പഴഞ്ചൊല്ലുകളുടെ നാടായിരുന്നു ചോരളം. പഴഞ്ചൊല്ലിൽ പതിരില്ലെന്ന് ഉറച്ചു വിശ്വസിക്കുന്നവരായിരുന്നു ചോരളിയർ. പഴഞ്ചൊല്ലുകളുടെ മാത്രമല്ല, നാണമില്ലാത്തവരുടെയും ബുദ്ധിശൂന്യരുടെയും ഒപ്പം നായകൾക്ക് വെല്ലുവിളിയാകുന്ന വിധം വിധേയത്വ വാസന പ്രകടിപ്പിക്കുന്ന നരന്മാരുടെയും കൂടി നാടായിരുന്നു ചോരളം. നാണമില്ല എന്നതിന്റെ പേരിൽ അവരൊട്ടും അഹങ്കരിച്ചില്ല കേട്ടോ. അത് പ്രത്യേകം പറയേണ്ട ഒരു കാര്യമാണ്. കാലിന്റെ പെരുവിരലുകൊണ്ട് ചോരളത്തിന്റെ മണ്ണിൽ ചേന വരച്ച് സ്വയം നാണമുള്ളവരായി ചുരുങ്ങാൻ അവർക്കൊട്ടും മടിയില്ലായിരുന്നു. അതുപോലെ ബുദ്ധിയില്ലായ്മയിൽ അഭിമാനിക്കുന്ന കൂട്ടരുമായിരുന്നില്ല ചോരളിയർ. ഐസക് ന്യൂട്ടനേക്കാൾ ശാസ്ത്രബോധമുള്ളവരും ഷേക്സ്പിയറിനേക്കാൾ സാഹിത്യ വാസനയുള്ളവരും പ്ലേറ്റോയേക്കാൾ തത്വചിന്തയുമുള്ളവരാണെന്ന മട്ടിൽ അപാരമായിട്ടുള്ള എളിമ സ്വഭാവത്തിൽ പുലർത്തിയിരുന്നവരായിരുന്നു ചോരളിയർ. സദാചാരം ഒരുതരം അപരിഷ്കൃത ഭാവമായിരുന്നു അവർക്ക്. അതേസമയം വ്യഭിചാരത്തെ പുരോഗമന ബുദ്ധമായിട്ടുള്ള രസ്യൻ സാംസ്കാരിക പ്രവർത്തനമായും ചോരളിയർ മനസ്സിലാക്കി. പരപുരുഷന്മാരുടെ വിനോദാവശ്യങ്ങൾക്കായി ഭാര്യയുടെ ശരീരത്തെ വിട്ടുനൽകുന്നവൻ ചോരളിയരെ സംബന്ധിച്ച് സമഭാവത്തിന്റെ മനുഷ്യരൂപമാണ്. തല്ലിയും ചവിട്ടിയും തലക്കടിച്ചും സഹജീവിയുടെ ജീവനെടുക്കാനുള്ള ഒരുവന്റെ ശ്രമത്തെ മഹത്തായിട്ടുള്ള രക്ഷാപ്രവർത്തനമായി ചോരളിയർ മനസ്സിലാക്കുന്നു. കഷ്ടതകൾ നിറഞ്ഞ ഇഹലോകവാസത്തിൽ നിന്നും അത്തരം രക്ഷാപ്രവർത്തനങ്ങളിലൂടെ സഹജീവികളെ കാലപുരിയിലേക്ക് അയച്ചുകൊണ്ട് ഇഹലോകത്തിലെ സകല ദുരിതങ്ങളും കഷ്ടതകളും തനിച്ച് അനുഭവിക്കാൻ ചോരളിയർ സദാ ഒരുക്കമാണ്. ദേശീയ ബോധം തീരെയില്ലാത്ത കൂട്ടരാണ് ചോരളിയർ. ജന്മനാടിന്റെ ശത്രുക്കളെ മിത്രങ്ങളായും ദേശദ്രോഹികളെ സഹോദരങ്ങളായും അവർ കണക്കാക്കും. തങ്ങളുടെ ആ മനോഭാവത്തെ ചോരളിയർ വിശേഷിപ്പിക്കുന്നത് നിലപാട് എന്നാണ്. നിലപാട്. സ്വന്തം അമ്മയെ തല്ലാത്തവരെയും അതുപോലെ അമ്മയെ തല്ലുമ്പോൾ തല്ലുന്നവർക്ക് പിന്തുണ കൊടുക്കാത്തവരെയും നിലപാടില്ലാത്ത ഹീന ജന്മങ്ങളായാണ് ഈ ചോരളിയർ കാണുന്നത്. അവരുടെ രക്ഷാപ്രവർത്തനത്തിന് അർഹരായിട്ടുള്ള അധമർ. നിർത്താം. ചോരളിയരുടെ ഗുണഗണങ്ങൾ ഇങ്ങനെ എണ്ണി പറഞ്ഞുകൊണ്ടിരുന്നാൽ അല്ലെങ്കിൽ പറഞ്ഞു തീർക്കാൻ നോക്കിയാൽ അത് സാധ്യമാക്കാൻ പോകാൻ ഈ ജന്മം തന്നെ മതിയാകില്ല. അതിനാൽ തൽക്കാലം ഈ സംസാരത്തിന് കാരണമായിട്ടുള്ള സംഭവത്തിലേക്ക് പോങ്ങന്റെ നാവ് അങ്ങോട്ട് തിരിക്കാം. പഴഞ്ചൊല്ലിൽ പതിരില്ലെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ആളുകളുടെ നാടായിരുന്നു ചോരളമെന്ന് പോങ്ങൻ തുടക്കത്തിലെ പറഞ്ഞിരുന്നല്ലോ. എന്നാൽ സുപ്രധാനവും സുപ്രസിദ്ധവുമായിട്ടുള്ള ഒരു പഴഞ്ചൊല്ല് തന്നെ വെറും പതിരായിരുന്നുവെന്ന് ചോരളിയർ ആശങ്കപ്പെട്ടു തുടങ്ങിയതും ചോരളിയരുടെ ആ ആശങ്കയെ വളരെ നിസാരമായി അകറ്റിക്കൊണ്ട് ചോരളദേശത്തെ ചക്രവർത്തി പഴഞ്ചൊല്ലിൽ ഒട്ടും തന്നെ പതിരില്ലെന്ന് ഉറപ്പിച്ച സംഭവമാണ് പോങ്ങനെന്ന് പറയുന്നത്. നാണമില്ലാത്തവന്റെ ആസനത്തിൽ ആലുമുളച്ചാൽ അതും ഒരു തണൽ. ഇങ്ങനെ ഒരു പഴഞ്ചൊല്ല് കേൾക്കുകയോ അല്ലെങ്കിൽ പറയുകയോ ചെയ്യാത്ത ചോരളിയർ ഉണ്ടായിരുന്നില്ല. ഉണ്ടെങ്കിൽ തന്നെ അവർ ജനിക്കാനിരിക്കുന്ന ചോരളിയർ ആയിരിക്കും. മരിച്ചവരും മരിക്കാത്തതുകൊണ്ട് മാത്രം ജീവിച്ചിരിക്കുന്നവരുമായിട്ടുള്ള സകല ചോരളിയർക്കും ആ പഴമൊഴി പെറ്റമ്മയേക്കാൾ പരിചിതമാണ്. സത്യത്തിൽ അതാണ് പ്രശ്നമായതും. നാണമില്ലാത്തവർക്ക് ക്ഷാമമുള്ള ഒരു നാടല്ലല്ലോ ചോരളം. എന്നിട്ടും ആസനത്തിൽ ആലുമായി നടക്കുന്ന ഒറ്റയൊരു നാണം കെട്ടവനെ പോലും ചോരളിയർ അതുവരെ കണ്ടിട്ടില്ല. പഴഞ്ചൊല്ലിൽ പതിരില്ലെന്ന് വിശ്വസിക്കുന്ന അവരിൽ ആ പഴഞ്ചൊല്ല് തന്നെ ഒരു പതിരാണോ എന്ന സംശയം ജനിച്ചു എന്നുള്ളതാണ് വാസ്തവം. തങ്ങളുടെ നാണമില്ലായ്മയുടെ ത്രാണിയില്ലായ്മ കൊണ്ടാവും ആസനങ്ങളിൽ ആൽമുളയ്ക്കാത്തതെന്ന മട്ടിൽ സ്വന്തം നാണമില്ലായ്മയെ പോലും സംശയിക്കുന്ന നിലയിലേക്ക് ചോരളിയരുടെ മനോനില ചെന്നെത്തി. അല്ലെങ്കിൽ തണൽ വിരിക്കാൻ പാകത്തിനങ്ങ് വളരാൻ വിടാതെ മുളപൊട്ടിയ ആലിനെ നുള്ളി നുള്ളി ഒരുക്കി ഒരുമാതിരി ബോൺസായി പരുവത്തിൽ സ്വന്തം ആസനത്തിൽ തന്നെ സകലരും അതിനെ ഒതുക്കി സംരക്ഷിക്കുകയാവുമെന്നും അവർ ഓരോരുത്തരും സമത്വ ബുദ്ധിയോടെ പരസ്പരം സംശയിച്ചു. സംശയിക്കാൻ അവർ രണ്ട് കാരണങ്ങളും കണ്ടെത്തി. ഒന്ന്, പൊങ്ങച്ച ബുദ്ധിയുടെ കുറവ്. സ്വന്തം നാണമില്ലായ്മ നാട്ടുകാർ കാണുന്ന വിധം തഴക്കരുതെന്ന ചിന്തയോടെ ആസനത്തിൽ മുളച്ച ആലിനെ പൊങ്ങച്ച ബുദ്ധിയുടെ കുറവ് കൊണ്ട് അവർ നുള്ളി ഒതുക്കുന്നു. രണ്ടാമത്തെ കാരണം സ്വാർത്ഥ ചിന്തയുടെ ഇടപെടലാണ്. അതായത് നാണവും മാനമൊക്കെ ഉള്ളതുകൊണ്ട് മാത്രം ആൽ രഹിതാസനവുമായി നടക്കേണ്ടി വരുന്ന ഒരാളും സ്വന്തം നാണമില്ലായ്മ വളമാക്കി തഴയ്ക്കുന്ന തന്റെ ആസനയാലിന്റെ തണൽ പറ്റി ചുളിവിൽ അങ്ങനെ കുളിരരുതെന്ന സ്വാർത്ഥത. സത്യത്തിൽ നാണമില്ലാത്തവന്റെ ആസനത്തിൽ ആല് മുളയ്ക്കും എന്നല്ല, മുളച്ചാൽ എന്നാണ് പഴമൊഴി പറയുന്നത്. ഉറപ്പല്ല, സാധ്യത മാത്രം. നാണമില്ലാത്തവന്റെ നാണമില്ലായ്മയുടെ വ്യാപ്തി ബോധ്യപ്പെടുത്തൽ മാത്രമാണ് വാസ്തവത്തിൽ ആ പഴമൊഴിയുടെ ലക്ഷ്യം. എന്നാൽ നാണമില്ലായ്മ മാത്രമല്ല, ബുദ്ധിയില്ലായ്മയും ചോരളിയരുടെ പ്രത്യേകതയാണല്ലോ. ആ ബുദ്ധിയില്ലായ്മ കൊണ്ടാണ് ആസനത്തിൽ ആൽ മുളയ്ക്കാത്തതിന് സ്വന്തം നാണമില്ലായ്മയുടെ പ്രാപ്തിയില്ലായ്മയിൽ പരിതപിച്ചുകൊണ്ട് ചോരളിയർ കൂട്ടത്തോടെ പഴമൊഴിയെ പഴിക്കുന്നത്. അതുപോട്ടെ, അതെന്തായാലും നാണമില്ലാത്തവന്മാർ ഇങ്ങനെ ആസനത്തിൽ മുളയ്ക്കാത്ത ആലിനെ പറ്റി ആലോചിച്ചും ചിന്തിച്ചും കഴിഞ്ഞാൽ പണി പാളുമെന്ന് ചോരളദേശത്തെ ചക്രവർത്തിക്ക് മനസ്സിലായി. രണ്ട് ചന്തി മാത്രമുള്ള തന്നെ രണ്ട് ചങ്കുള്ളവനായി ചോരളിയർ കാണുന്നതിന് പിന്നിൽ അവരുടെ ബുദ്ധിയില്ലായ്മയ്ക്ക് വലിയ പങ്കുണ്ട്. അതുപോലെ കരിങ്കൊടി കണ്ടാൽ പോലും നിക്കറ് കക്കൂസാക്കുന്ന
തന്നെപ്പോലൊരു പേടിത്തൂറിയെ വീരശൂര പരാക്രമിയായി മനസ്സിലാക്കാൻ ചോരളിയരിലെ ബുദ്ധിയില്ലായ്മ നൽകുന്ന സഹായം ചെറുതല്ല. ആലോചനയും ചിന്തയുമാണല്ലോ ബുദ്ധിയില്ലായ്മയുടെ പ്രധാന ശത്രു. എത്ര വലിയ മണ്ടനും ആലോചിച്ചും ചിന്തിച്ചും തുടങ്ങിയാൽ മണ്ടയിൽ ബുദ്ധിയുടെ നാമ്പ് പൊടിക്കും, വെളിവ് തളിരിടും, ക്ഷമിക്കണം, വിവേകം മുട്ടിടും. അങ്ങനെയാണല്ലോ സൈദ്ധാന്തിക ശാസ്ത്രം പറയുന്നത്. എന്തായാലും ചോരളിയർ ഇങ്ങനെ ചിന്തിക്കാനും ആലോചിക്കാനും ഒക്കെ തുടങ്ങിയാൽ അവരുടെ മണ്ടയിലും ബുദ്ധിയുടെ മുള പൊട്ടും, അത് വളരും. ബുദ്ധിയുള്ള മണ്ടയിൽ തിരിച്ചറിവും കാര്യവിവരവും വീണ്ടുവിചാരവും വിവേകവും സാമാന്യ ബോധവുമൊക്കെ കൂടുകൂട്ടും. അങ്ങനെ വന്നാൽ ചോരള ദേശത്തെ അടക്കി വാഴുന്ന തസ്കരോത്തമ തിരുമനസിന്റെയും സംഘത്തിന്റെയും കള്ളി വെളിച്ചത്താവും. മണ്ടയിൽ വെളിവ് വീണാൽ ചോരളീയ ചക്രവർത്തിയുടെ ലോകപ്രശസ്തമായിട്ടുള്ള കരുതൽ ശുദ്ധ തട്ടിപ്പാണെന്ന് പ്രജകൾ തിരിച്ചറിയുമെന്ന് തസ്കര സംഘം ഭയന്നു. എന്തായിരുന്നു ചോരള ദേശത്തെ പൊന്നുതമ്പുരാന്റെ ആ കരുതൽ എന്നുകൂടി പോങ്ങനെന്ന് പറയാം. അതായത് അഴിമതിയുടെ ആചരണം, കൊള്ളയുടെ നടത്തിപ്പ്, സാദാ തട്ടിപ്പ്, ഇളം മോഷണം, നാടൻ പിടിച്ചുപറി, വെറും കബളിപ്പിക്കൽ, സമൂല വഞ്ചിക്കൽ, തെറ്റിദ്ധാരണ പരത്തൽ, കല്ലുവെച്ചതും അല്ലാത്തതുമായിട്ടുള്ള തരം നുണപ്രയോഗങ്ങൾ, ഇങ്ങനെയെല്ലാമുള്ള വലുതും ചെറുതുമായിട്ടുള്ള സകല ദുഷ്വൃത്തികളും ഒരു സമൂഹത്തിന്റെ കെടുതിയെയാണ് കാണിക്കുന്നതെന്ന് പരക്കെ ഒരു പറച്ചിൽ ലോകമാകെ ഉണ്ടല്ലോ. പരിഷ്കൃതവും പുരോഗമന ബുദ്ധവുമായിട്ടുള്ള ഒരു സമൂഹത്തിന് ഇതൊന്നും ഭൂഷണമല്ലെന്ന് ലോക ജനതയ്ക്കൊപ്പം തന്നെ ചോരളീയരും വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയെല്ലാമുള്ള വലുതും ചെറുതുമായിട്ടുള്ള സകല ദുഷ്വൃത്തികളിൽ നിന്നും തന്റെ പ്രജകൾ അകന്നു നിൽക്കണമെന്ന് തസ്കര ശ്രേഷ്ഠൻ വളരെ ആത്മാർത്ഥമായി ആഗ്രഹിച്ചു, അല്ലെങ്കിൽ കരുതലെടുത്തു. അബദ്ധവശാൽ പോലും ആരും ഇതിലൊന്നും ഏർപ്പെടാൻ പാടില്ലെന്ന വാശി അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതിനായി അദ്ദേഹം വേണ്ട കരുതലും എടുത്തു. ലളിതമായി പോകണമെന്ന് വിശദീകരിക്കാം. ആൾക്കൂട്ടത്തിനിടയിൽ സ്വന്തം പോക്കറ്റ് അടിച്ചു പോകുമോ എന്ന ഭയം ആർക്കാണ് ഉണ്ടാവുക? ഉറപ്പായും പോക്കറ്റിൽ പണമുള്ളവന്. അതായത് സ്വന്തം പോക്കറ്റിൽ കിടക്കുന്ന പണം ഒരുവനിൽ നഷ്ടഭയം ഉണ്ടാക്കും, സമാധാനം കെടുത്തും. പോക്കറ്റിൽ കിടക്കുന്ന പണം നഷ്ടഭയം മാത്രമാണോ ഉണർത്തുന്നത്? അല്ല. ഒരുവന്റെ പോക്കറ്റിലെ പണം അവനിൽ നഷ്ടഭയം ഉണർത്തുമ്പോൾ പോക്കറ്റ് കാലിയായ മറ്റൊരുവനിൽ അത് പ്രലോഭനവും ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഒരുവനെ പോക്കറ്റടിക്കാരനായി മാറ്റാതിരിക്കാനും മറ്റൊരുവനെ പോക്കറ്റടിക്കപ്പെടുമോ എന്ന ഭയത്തിൽ നിന്ന് മോചിപ്പിക്കാനും എന്തു വേണം? അവർക്കിടയിൽ സ്വല്പം കീശ സമത്വമുണ്ടാവണം. അല്ലെങ്കിൽ അവരുടെ പോക്കറ്റുകൾ തമ്മിലുള്ള ഉച്ചനീചത്വങ്ങൾ അതങ്ങ് കുറയണം, മാറണം. കക്കണമെന്ന മോഹവും കക്കപ്പെടുമോ എന്ന ഭയവും കൂടാതെ സ്വന്തം ജീവിതം ഇരുവർക്കും നയിക്കണമെങ്കിൽ അവർക്കിടയിൽ സാമ്പത്തിക സമത്വം സംഭവിക്കണം. അതിനായി ചോരള ദേശത്തെ തസ്കരോത്തമ ചക്രവർത്തി ഒരു പദ്ധതി ആവിഷ്കരിച്ചു. അതാണ് കെ സമത്വം അഥവാ കീശ സമത്വം. ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അന്തരം ഒഴിവാക്കലാണ് ലക്ഷ്യം. അതിനായി ആദ്യം ഉള്ളവനെ ഇല്ലാത്തവനാക്കും.